അവിടെ പോയില്ലേ, കുറേ നേരം അവിടെ നിൽക്കണ്. റോഡിലേക്ക് വണ്ടി ഇറക്കാനൊരു പേടി, ടിപ്പർ ഇങ്ങനെ വന്നോണ്ടിരിക്കുക കരിക്കലും കെട്ടിയിട്ടും. ടിപ്പറിന്റെ വരവ് നല്ല വരവാ, കുറച്ച് പേടിച്ചിക്കേണ്ടി വരും ഇവിടെ വരണേ. ഇതിലെ കിടക്കണേ റോഡ് ഇറക്കണേ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇടത്തും വലത്തൊക്കെ നോക്കിയിട്ട് വേണം വണ്ടി റോഡുമ്പോൾ കയറണമെങ്കിൽ, അല്ല ടിപ്പറിന്റെ അടി വിട്ടു പോകും. ഇവിടെ ലോഡ് അല്ലോണം ഓവർലോഡും മറ്റൊക്കെ ആയിട്ട് വണ്ടികളിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഇവിടെ അങ്ങനെ അപകടം ഉണ്ടാവലുണ്ട്. ആ അപകടം ടിപ്പർ വ്യാപകമായിട്ടുള്ളതിനോട് അപകടം ഉണ്ടാവും. നമ്മൾ വളരെയധികം ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ. ഇപ്പോൾ അമിതമായ ഭാരം ഇപ്പോൾ വരുന്ന വണ്ടിക്ക് ആണ് എക്സ്ട്രാ ബോഡി കാണാൻ വരുന്ന വണ്ടിക്ക്. ഈ വണ്ടിക്ക് എക്സ്ട്രാ ബോഡി വെച്ചാൽ അവർക്ക് എവിടെയെങ്കിലും ട്രിപ്പ് കൊണ്ടുപോയി തട്ടാൻ കഴിയുള്ളൂ. വലിയ വണ്ടികൾ ഇറങ്ങുമ്പോഴേക്കൂടെ അതാ മുകളിൽ അതിന് മേപ്പെട്ട് വരുന്നതാണ് ആ സാധനമാണ് എക്സ്ട്രാ ബോഡി. കല്ല് നിൽക്കുന്ന അടിയിലെ ആ കല്ലൊക്കെ എപ്പോഴും തെറിച്ച് പോകാനൊക്കെ സാധ്യതകൾ വരും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കല്ല് വീണൊരു യുവാവ് ചെറുപ്പക്കാരൻ മരിച്ചു. എന്നിട്ടും ഇതിങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ശക്തമായിട്ട് അതിന് സർക്കാർ തന്നെ ഇതിന് ഇടപെട്ടിട്ട് ഒരു ശാശ്വത പരിഹാരം കൊണ്ടുവരണം. ഈ കോറികളിലൊക്കെ പിടിച്ച് വരിക, അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ടെന്നേജ് കണക്കായിട്ട് വരും. അതെ, ഓവർലോഡ് ആകുമ്പോൾ ഏത് വണ്ടിയും, കാറായാലും ജീപ്പായാലും ബൈക്കായാലും ഒന്നും ചവിട്ടിയാൽ നമുക്ക് കിട്ടൂല. ബൈക്കിൽ ഇപ്പോൾ 3-4 ആളെ വെച്ചാലും നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ കിട്ടൂല. ഓവർലോഡിന് എല്ലാത്തും പ്രശ്നമാണ്. ആയിരക്കണക്കിന് ട്രിപ്പർ 10 മണി 11 മണി ആകുമ്പോഴത്തേന് പോകും. ഏറ്റവും കൂടുതൽ കോറികളുള്ള ഒരു ഏരിയയാണ് ഈ ഭാഗം. ആൾക്കാർക്ക് ഭയപ്പെട്ട് ജീവിക്കാൻ എന്ത് ചെയ്യാനാ? അവർ കമ്പനിക്ക് ഒരു ബോഡി വെച്ചിട്ട് പിന്നെ എക്സ്ട്രാ ബോഡികൾ വെക്കുന്ന ഒരു സംവിധാനമാണ് വരുന്നത്. അത് കണ്ടമാനം ലോഡ് വരുന്നുണ്ട്. കടലാസ് ബ്രേക്കും കാര്യം കൊടുക്കുമ്പോൾ NBIക്ക് അറിയാം അത് ഉന്നം കയറ്റാനോ അല്ലെ ചാണബോഡി കയറ്റാനോ ബോഡി ഇട്ടി ഇറക്കാന്നല്ല. ഇത് ക്രസുകൾ ആവശ്യമുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ വരുന്ന വണ്ടിക്ക് ഐറ്റൊക്കെ നോക്കിയാൽ വണ്ടിന്റെ ഐറ്റൊക്കെ ഉണ്ടല്ലേ, അതന്നെ. അത് ചെറിയ വണ്ടിയാണ്. അപ്പൊ അതങ്ങൾക്ക് പോകണേല് വളരെ ശ്രദ്ധിക്കുക. വണ്ടി വരുമോ നോക്കുക. ചിലപ്പോ 10 സമയത്തൊന്നും നിങ്ങൾക്ക് മുക്കത്ത് പോകണം എന്ന് പറഞ്ഞാൽ എത്തി കിട്ടൂല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോ അല്ലെ 10 മിനിറ്റോ അരമണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്തുനിന്നാൽ നമ്മളെ തടി സുരക്ഷിതമായി പോകാം. അല്ലെ പെട്ടെന്ന് ഇറങ്ങിയാൽ നമുക്ക് മോർച്ചറിയിലും പോവാം. ശ്രദ്ധിച്ചാൽ അവനെ നന്നാവും. സൂക്ഷിച്ചാല് ദുഃഖിക്കണ്ട. എനിക്ക് ഏതായാലും മുക്കത്ത് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ധൈര്യം സംഭരിച്ച് പോകുന്നേ. കേമത്തെ പറഞ്ഞ പോലെ സൂക്ഷിച്ചു പോയാൽ ദുഃഖിക്കണ്ട. വിനോദ് മൊറാനക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.